ഹായ് ഡിയേഴ്സ്, പല കാരണങ്ങൾ കൊണ്ട് നിർത്തിവെച്ച എൻ്റെ പാഷൻ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ ആദ്യത്തെ കസ്റ്റമേഴ്സ് വീണ്ടും എന്നെ തേടി വന്നപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ഞാൻ വളരെ ഇഷ്ടത്തോടെ ക്ഷമയോടെ ചെയ്യുന്നൊരു കാര്യമാണ് ടൈലറിങ്. അതെനിക്ക് ഒരുപാട് സംതൃപ്തി തരുന്നുണ്ട്. കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഡ്രസ്സ് ഔട്ട്ലുക്ക് എങ്ങനെയുണ്ടാവും എന്നൊക്കെയുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ടെൻഷൻ കാരണം വീർപ്പ് മുട്ടാറുണ്ട്. പക്ഷേ കസ്റ്റമർ അത് ഇട്ട് നോക്കി അവരുടെ മുഖത്തെ ചിരി സന്തോഷമൊക്കെ കാണുമ്പോൾ അത് തയ്ച്ചെടുക്കാനെടുത്ത എല്ലാ എഫേർട്ടും ആ ചിരിയിൽ മാഞ്ഞു പോകും. ചില ഡ്രസ്സുകൾ ചെയ്യുമ്പോൾ വലിയ ബെനിഫിറ്റൊന്നും നമുക്ക് ഇല്ലെങ്കിലും കസ്റ്റമറുടെ മുഖത്തെ സന്തോഷവും അവർ വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് വരുമ്പോൾ വലിയ സന്തോഷമാണ് കേട്ടോ ഉണ്ടാവുക. ചിലർ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുമ്പോൾ പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ ചിലർ പറയും ചേച്ചിയുടെ ഇഷ്ടം മാതിരി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളൂ, എങ്ങനെ എങ്ങനെയാണ് ചെയ്താൽ നന്നാവുക എന്നുള്ളത് ചേച്ചിക്ക് അറിയാമല്ലോ എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് സന്തോഷം കൊണ്ട് നിറയും. ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സുകൾ ചെയ്യുമ്പോൾ നമ്മൾ ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിയായി കൂളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് എന്തോ ആയിക്കോട്ടെ ഇഷ്ടത്തോടെ ആസ്വദിച്ചൊന്ന് ചെയ്തു നോക്കൂ. അത് നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷനും വിജയത്തിൻ്റെ പാതയിൽ എത്തിക്കുകയും ചെയ്യും. ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് മടിച്ചിരിക്കാതെ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് സ്വന്തമായി വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള വഴികൾ കണ്ടെത്തി പരിശ്രമിക്കുക. അതുവഴി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക. സെൽഫ് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുക. എൻ്റെ കസ്റ്റമേഴ്സ് ഞാൻ ചെയ്യുന്നില്ല നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു അവർക്ക്. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു എന്ന് കണ്ടപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പം എല്ലാവരും സുഖമായിട്ട്